ഷായിച്ചേട്ടാ ഞാൻ വന്ന് കാണാനിരിക്കുകയായിരുന്നു. സാരമില്ല, സാറ് തിരക്കുള്ള ആളല്ലേ, കറങ്ങാൻ ഇറങ്ങിയതായിരിക്കും. അല്ല, ഞാൻ ഒരു കല്യാണത്തിന് പോകാനായിട്ട് ഇറങ്ങിയതാ. എനിക്ക് സാറിനെ കൊണ്ട് ചെറിയൊരാവശ്യമുണ്ട്. സാർ ഒന്നും ഇങ്ങോട്ട് ഇറങ്ങി. എന്താ ഏട്ടാ പ്രശ്നം? എനിക്ക് അത്യാവശ്യം ഒരിടം വരെ പോകാനുണ്ട്. ഈ ജീപ്പിൽ പോയാൽ കാറ്റടിച്ച് ജലദോഷം വരും. അതിനെന്താ ഏട്ടാ, ഞാൻ വേറൊരു വണ്ടി അറേഞ്ച് ചെയ്ത് തരാം. വേണ്ട സാർ, തൽക്കാലം എനിക്ക് ഈ വണ്ടി മതി. അയ്യോ ചേട്ടാ, ഞാൻ വേറൊരു വഴിക്ക് പോകാൻ ഇറങ്ങിയതാ. എനിക്ക് അതിലും വലിയ ആവശ്യമാ. അതുകൊണ്ട് സാർ ഈ കിടക്കണ ജീപ്പിൽ പോയാൽ മതി. അതൊന്നും ഓർത്ത് സാറ് വിഷമിക്കണ്ട. ഷായിച്ചേട്ടാ പ്ലീസ് ഉപദ്രവിക്കരുത്. ചേട്ടന്റെ കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങിയതും പലിശ മുടങ്ങി നേരാ. എനിക്ക് ഒരാഴ്ചത്തെ സമയം തന്നാൽ മതി. സാർ ഇങ്ങനെ എന്നോട് അപേക്ഷിക്കരുത്. എടാ ജഗ, കാറ് നമ്മുടെ ഗോഡൌണിൽ കൊണ്ടിട്ടേക്ക്. സാർ ഇതിൽ കയറിക്കോ. പിന്നെ നാളെ കാർ എടുക്കാൻ വരുമ്പോ കാശ് ഇൻട്രസ്റ്റും മറന്നേക്കരുത്. സാറിന് എവിടെയാ പോണ്ടെന്ന് വെച്ചാ കൊണ്ടേ വിടറാ. നീ എവിടെയായിരുന്നു? എന്തടാ നിനക്കൊരു കാര്യം അറിയോ? നിന്റെ ആ പെണ്ണില്ലടാ അന്ന, അവൾ അഭിനയിക്കണടാ. അവളല്ലെങ്കിൽ അഭിനയിക്ക. പെണ്ണ് ചോദിച്ചപ്പോ മുതൽ എന്നെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞുള്ള അഭിനയ. എടാ ഇതല്ല, അവള് സിനിമയിൽ അഭിനയിക്കണടാ. സിനിമയിലോ? അതേടാ, മണിമന്ദിരത്തിൽ ഷൂട്ടിംഗ് കിടക്കണ സിനിമയില്. ആര് പറഞ്ഞു? അവള് ഷൂട്ടിംഗ് കാണാൻ പോയതായിരിക്കും. അവളുടെ പപ്പയും അങ്ങനെയാ, ഷൂട്ടിംഗ് എന്ന് കേട്ടാ വീട്ടിരിക്കില്ല. അവള് കൈവിട്ട് പോവാ മോനെ. ഓ പിന്നെ ഈ ഷാജിയുടെ കൈവിട്ട് പോയ അവളുടെ കൈ ഞാൻ വിട്ടു. പണ്ടാറടങ്ങനെ ഫോണോ വണ്ടിയിലായി പോയി. സലീമേ, നീ മാത്രം വിളിച്ചിട്ടാ വണ്ടി വരാൻ പറ. പെണ്ണി വണ്ടി ഇടറാ. എനിക്ക് എന്തിനാ കുഴപ്പം? കുറച്ച് കുടവേറുള്ളതോ? ഞാൻ മുടി എന്താ പറയും കളർ ചെയ്ത് ജാക്കറ്റ് ഇട്ടിട്ടില്ലേ?